അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് അടുത്തായിട്ട് ചർച്ച ചെയ്യാനുള്ളത് ഹോബിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പവറും അതുപോലെ തന്നെ പൊളിറ്റിക്സും. അത് ഒരു ടീമിനെ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പവർ, പൊളിറ്റിക്സ് എന്നുള്ളത്, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ. സോ അവിടെ പവറും പൊളിറ്റിക്സൊക്കെ എങ്ങനെ വർത്തിക്കുന്നു, അതുപോലെ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓർഗനൈസേഷൻ പൊളിറ്റിക്സ് എന്താണ്, അതിൻ്റെ എത്തിക്സ് എന്താണ്, അതുകൊണ്ടുണ്ടാകുന്ന ഇൻഫ്ലുവൻസുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ആയിരിക്കും ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഒരാൾക്ക് മറ്റൊരാളെ മറ്റൊരാളോട് ബിഹേവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനുള്ള കഴിവിനെയാണ് പവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്വാഭാവികമാണ് ഓർഗനൈസേഷനിൽ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ റിസീവറിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പവറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട പവറിന് 5 ബേസുകൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയാണ്. അത് ഫ്രഞ്ച് ആൻഡ് ഡ്രൈവൻ എന്ന് പറയുന്ന രണ്ടാളുകളുടെ തിയറി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ പവറിൻ്റെ ആദ്യത്തെ 5 ബേസുകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്ന് ലെജിറ്റിമേറ്റ് പവറാണ്. എന്ന് വെച്ചാൽ അതോറിറ്റിയിൽ നിന്ന് വരുന്നതാണ് ഈ ലെജിറ്റിമേറ്റ് പവർ എന്നുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ പൊസിഷൻ തീരുമാനിക്കും, ആ ഒരു മാനേജറിൻ്റെ തസ്തിക തീരുമാനിക്കും പവർ എന്താണെന്നുള്ളത്. 2 റിവാർഡ് പവർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ബെനഫിറ്റ്സ് നൽകാനുള്ള കഴിവ്, അതിനെയാണ് റിവാർഡ് പവർ എന്ന് പറയുന്നത്. 3 കോഴ്സീവ് പവർ എന്ന് പറയും. എന്ന് വെച്ചാൽ ആളുകളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അതിന് പണിഷ് ചെയ്യാനുള്ള കഴിവിനെയാണ് കോഴ്സീവ് പവർ എന്ന് പറയുന്നത്. 4 എക്സ്പേർട്ട് പവർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നോളേജ് വെച്ചിട്ടുള്ള പവറായിരിക്കും. അപ്പോൾ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള പവറുകൾ പോലെ തന്നെ നോളജ് വെച്ചിട്ടുള്ള പവറുകൾ എക്സ്പേർട്ട് പവർ. 5ാമത് റെഫറൻറ്റ് പവർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ആളുകളുടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കരിസ്മ അല്ലെങ്കിൽ റെസ്പെക്റ്റ് വെച്ചിട്ടുള്ള പവറുകളാണ്. അപ്പോൾ ഒരാളെ കാണുമ്പോൾ തന്നെ ഗാംഭീര്യം തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം റെഫറൻറ്റ് പവറിൽ ഉള്ള ആളായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എഫക്റ്റീവ് ലീഡേഴ്സിന് പല രൂപത്തിലുള്ള പവറുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ അദ്ദേഹം ഒരു അതോറിറ്റി മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന് ഇത്രയും പവറുകൾ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു എഫക്റ്റീവ് ലീഡറായിട്ട് മാറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓർഗനൈസേഷണൽ പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു അതോറിറ്റി അവിടെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ അതിൽ വല്ല ഇൻഫ്ലുവൻസും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള അതിനെയാണ് നമ്മൾ പൊളിറ്റിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ വല്ല ഇൻഫ്ലുവൻസും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവന് പൊളിറ്റീഷ്യൻ നമുക്ക് വേണമെങ്കിൽ പറയാം. പൊളിറ്റിക്സ് ഏതായാലും 2 തരത്തിലാണ്. ഫങ്ഷണൽ പൊളിറ്റിക്സ്, 2 ഡിസ്ഫങ്ഷണൽ പൊളിറ്റിക്സ് എന്ന് പറയും. ഫങ്ഷണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് ഓർഗനൈസേഷൻ്റെ ഗോളുകളെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതായിരിക്കും. 2ാമത്തത് ബാക്കിയുള്ള ആളുകളുടെ കോസ്റ്റ്, പേഴ്സണൽ ഗെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ഡിസ്ഫങ്ഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ആളുകൾക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് അവൻ്റെ കാര്യം സാധിക്കുക എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ജോലി കൈക്കൂലി വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ജോലിനെ പണയം വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ആ കാര്യം ചെയ്യുന്നുണ്ടാവും. പക്ഷേ അദ്ദേഹം അത് നോക്കാതെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് ഒരാൾ അവിടെ ഒരു പൊളിറ്റിക്സ് കളിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഡിസ്ഫങ്ഷണൽ പൊളിറ്റിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ എത്തിക്സാണ് നമുക്ക് പറയേണ്ടത്. സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ ബിഹേവിയർ അത് ഓർഗനൈസേഷനുമായിട്ട് അലൈൻ ചെയ്തു പോകുന്ന ഗോളുകളായിരിക്കും ഇവ രണ്ടിനും ഉണ്ടാവുക. എന്ന് വെച്ചാൽ പൊളിറ്റിക്സിനും അതുപോലെ തന്നെ ഓർഗനൈസേഷനും ഒരേ ഗോളുകളായിരിക്കും ഏകദേശ സമയങ്ങളിലൊക്കെ ഉണ്ടാവുക. രണ്ട് പേർക്കും ഹോണസ്റ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. 3 അവർക്ക് കമ്മ്യൂണിക്കേഷന് ട്രാൻസ്പെറൻ്റായിട്ട് അവർക്ക് നടക്കണം. 4ാമത്തത് അവർ റെപ്യൂട്ടേഷനെ ലോങ് ടേം ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഇവരൊക്കെ. ഇതൊക്കെയാണ് ഇവരുടെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ. ഇനി പവറിനെ നമുക്ക് എങ്ങനെ എത്തിക്കലായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇനി പറയാനുള്ളത്. പവറിനെ നമുക്ക് ഒരുപാട് ഗുഡ് ലീഡേഴ്സിനെ രൂപപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ പൊളിറ്റിക്സിന് വലിയൊരു പങ്കുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ആളുകൾ വളർത്തിയെടുക്കാൻ വേണ്ടി പവർ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. 2 ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പവറിനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. 3 ഫയർ
വിശ്വാസ്യത ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പവറിനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നാലാമത്തത് നമുക്ക് പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പവറിനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പവർ പൊളിറ്റിക്സ് തമ്മിൽ ഇവ രണ്ടും ഓർഗനൈസേഷനിൽ വരുത്തുന്ന സ്വാധീനത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ ചർച്ച ചെയ്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.